നമസ്കാരം. നമസ്കാരം. ഈ മലയാളത്തിൻ്റെ മഹാഭാഗ്യമാണ് മോഹൻലാൽ എന്ന് പറയപ്പെടുന്ന നടൻ. അതിൽ ഒരു തരത്തിലുമുള്ള അഭിപ്രായ വ്യത്യാസം ഇല്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം പക്ഷേ ആദരവുകൾ കിട്ടുമ്പോൾ മറ്റുള്ള മേഖലകളിൽ ഒരു നടന് ലഭിക്കാവുന്ന എല്ലാ തരത്തിലുള്ള വലിയ അവാർഡാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഫാൽക്കെ അവാർഡ്. ദാദാ ഫാൽക്കെ അവാർഡ് കിട്ടിയതിന് ശേഷം അദ്ദേഹത്തെ ഇപ്പോൾ വീണ്ടും നമ്മുടെ സംസ്ഥാന സർക്കാർ, പിണറായി വിജയൻ സർക്കാർ കൂടി ആദരിക്കുന്ന ചടങ്ങ് നാളെ നടക്കുകയാണ്. പക്ഷെ അതിൻ്റെ പേര് എന്ന് പറയപ്പെടുന്നത് ലാൽ സലാം എന്നാണ്. ലാൽ സലാം എന്ന് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നത് ഇടതുപക്ഷവും CPM ഒക്കെ എപ്പോഴും പരസ്പരം സഖാക്കൾ അഭിസംബോധന ചെയ്യുന്ന അല്ലെങ്കിൽ വിളിച്ചു പറയുന്ന ഒരു വാചകമാണ് ലാൽ സലാം എന്ന് പറയുന്നത്. അത് ഓർമ്മ വരുന്നു മോഹൻലാലിനെ കുറിച്ച് പറയുമ്പോൾ, മോഹൻലാലിനെ ആദരിക്കുന്ന ചടങ്ങിന് ആ പേര് നൽകുമ്പോൾ. ഞാൻ ആ പേരിലേക്കൊന്നുമല്ല വരുന്നത്. അപ്പോൾ ദാദാ ഫാൽക്കെ അവാർഡ് ലഭിക്കുന്ന മോഹൻലാലിന് കേന്ദ്രം അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയപ്പെടുന്ന നമ്മുടെ രാജ്യം പരമോന്നതമായിട്ടുള്ള ഒരു അവാർഡ് നൽകുകയും അദ്ദേഹത്തെ അങ്ങനെ ആദരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ പലതരത്തിലുള്ള പല മേഖലകളിൽ പലതരത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ അതിനകത്തുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത്. പലപ്പോഴും പല കോൺട്രവേഴ്സികൾ, എല്ലാ കാര്യത്തിനും അത്തരത്തിലുള്ള കോൺട്രവേഴ്സികൾ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ കൂടിയും ചിലത് നമുക്ക് ചിലപ്പോൾ ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. പക്ഷേ ഇവിടെ മോഹൻലാലിന് ലഭിച്ചത് തികച്ചും അദ്ദേഹത്തിന് ലഭിക്കേണ്ടത് തന്നെയാണ്, അർഹതപ്പെട്ടത് തന്നെയാണ്, അതിനൊന്നും ഒരു മാറ്റവും ഇല്ല. പക്ഷേ നമ്മുടെ പിണറായി വിജയൻ സർക്കാർ ആദരിക്കാൻ വൈകിപ്പോയോ എന്നതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഫാൽക്കെ അവാർഡ് കിട്ടുന്നവരെ മോഹൻലാൽ എന്ന് പറയുന്ന നടനെക്കുറിച്ച് അറിയാതായി പോയതാണോ, അതോ മോഹൻലാൽ എന്ന് പറയുന്ന നടനെ മറ്റേതെങ്കിലും ഒരു പാർട്ടിക്കാർ തട്ടിക്കൊണ്ടുപോകുമെന്നുള്ള ഭയമാണോ? ഇവിടെ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനെക്കുറിച്ച് ആകെ കൺഫ്യൂസ്ഡ് ആണ്. എന്ത് തോന്നുന്നു? ഇതെനിക്ക് തോന്നുന്നു മോഹൻലാലിനെ ഒതുക്കാനുള്ള ശ്രമമാണ്. കാരണം ഈ ഫാൽക്കെ അവാർഡ് വാങ്ങുന്ന ആരും പിന്നെ വേറെ വന്നിട്ടില്ല, ഒതുങ്ങിയിരിക്കുക. അടൂർവാലകൃഷ്ണൻ ഇന്ന് പിന്നെയും പടങ്ങളൊക്കെ നമ്മൾ വരുമെന്ന് പറഞ്ഞ് വിചാരിച്ചു, പിന്നെയും വന്നു. അങ്ങനെ ഒരു സിനിമ പിന്നെയെന്നോ പിന്നെ തീർന്നു. പിന്നെ അടൂർവാലകൃഷ്ണൻ ഒന്നും എടുക്കുന്നില്ല ഇപ്പോൾ. പിന്നെ ഇപ്പോൾ തിരുവനന്തപുരത്ത് ചില സാംസ്കാരിക പരിപാടികളിൽ സജീവമായി പങ്കെടുത്ത് ഇങ്ങനെ പോവുകയാണ്. ചന്ദ്രയോഗിക്കും പ്രായമായില്ലേ, ഇതിനേക്കാൾ പ്രായമായ മറ്റൊരുപാട് ഫിലിം മേക്കേഴ്സ് ലോകത്തെമ്പാടും ഉണ്ടായിരുന്നു. അവരൊക്കെ സിനിമ എടുത്തിട്ടുള്ളതാണ്. അതൊക്കെ അടൂർവാലകൃഷ്ണനും അറിയാം. അപ്പം ഫാൽക്കെ അവാർഡ് കൊടുത്ത് ഒരിടത്തൊരു മൂലയ്ക്ക് അങ്ങ് ഇരുത്തുന്നതിന് തുല്യമാണോ? അപ്പോൾ അത് നമ്മുടെ സർക്കാർ അതിനൊന്നും കൂടി, സർക്കാരിനൊരു സംശയമുണ്ട് കേട്ടോ. കാരണം ഈ ഫാൽക്കെ അവാർഡൊക്കെ കൊടുത്തു കഴിയുമ്പോൾ മോഹൻലാൽ എന്ന് പറയുന്ന മലയാളത്തിൻ്റെ ജനപ്രിയ നടൻ അങ്ങ് BJPയിലേക്ക് അങ്ങ് പൂർണ്ണമായിട്ടും മാറുമോ എന്നൊരു സംശയം. അതെ, അതാണ് ഞാൻ ആദ്യം ചോദിച്ചത്. ഇദ്ദേഹത്തിന് BJP സർക്കാർ കേന്ദ്രം ഭരിക്കുന്നത് കൊണ്ടും BJPയോട് യാതെങ്കിലും തരത്തിലുള്ള ഒരു ആഭിമുഖ്യം മോഹൻലാലിനുണ്ട് എന്ന് കരുതുന്നത് കൊണ്ടുമായിരിക്കണം അത്തരത്തിലൊരു സമീപനം ഇപ്പോൾ ഇവിടെ പിണറായി വിജയൻ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. എന്നിട്ട് അതിന് പേര് നൽകിയിരിക്കുന്നതാണ് ലാൽ സലാം എന്ന് പറയുന്നത്. അവിടെയാണ് എനിക്ക് ആകെ ഒരു കൺഫ്യൂഷൻ ആയതെന്നാണ്. അല്ല, അങ്ങനെ BJPയിലേക്ക് ചേക്കേറുമോ എന്നുള്ളൊരു സംശയം കൊണ്ടാണ് ഇവർ ഈ പേര് കൊടുത്ത് അങ്ങ് ഏറ്റെടുക്കാൻ ശ്രമിക്കുകയാണ്. ഈ പേര് കൊടുത്തതിന് അവർ വേണേ ഒരു കാര്യം പറയും, ഒരു കാരണം പറയും. അതായത് മോഹൻലാലിൻ്റെ ഒരു സിനിമയുടെ പേരാണ് ലാൽ സലാം, അല്ലേ? ഇവരെടുത്തതാണ് ആലപ്പുഴക്കാരൻ, കൽപ്പകവാടി, ചെറിയാൻ കൽപ്പകവാടി, ലാൽ സലാം. അത് നല്ല രീതിയിൽ ഓടിയ സിനിമയുമാണ്. തീർച്ചയായിട്ടും. അല്ലെ, നമ്മൾ ഈ ഒതുക്കാൻ ശ്രമിച്ചാലും പക്ഷേ മോഹൻലാലിൻ്റെ വന്ന സിനിമയുടെ പേര് തന്നെ ഏറ്റവും തുടരും. അത് ഇല്ല, ഇതുപോലെ തന്നെയാണ്, നല്ല പോസിറ്റീവായിട്ട് തന്നെ തുടരും. ആ സിനിമയുടെ പേര് അങ്ങനെയാണെങ്കിലും മോഹൻലാലും തുടരും എന്നുള്ള രീതിയിലാണ്. പക്ഷേ അതേ അവസരത്തിൽ ഫാൽക്കെ അവാർഡ് കൊടുത്ത് ഒതുക്കാനും പോകുന്നു എന്നുള്ളതാണ്. പിന്നെ സർക്കാരിന് ആദരിക്കണമായിരുന്ന ഒരു ഫാൽക്കെ അവാർഡ് വരെയൊന്നും കാത്തിരിക്കേണ്ട കാര്യമൊന്നും ഇല്ല. ആദരിക്കേണ്ട സമയം എപ്പോഴെല്ലാം വന്നിട്ടുണ്ട്, അല്ലേ? എത്രയോ വട്ടം ഭരത് അവാർഡ് വരെ വാങ്ങിച്ച നടനായിരുന്നല്ലോ അദ്ദേഹത്തിന്റെ. ഓരോ സിനിമ കഴിയും തോറും ആദരവ് കൊടുക്കാം, ജനങ്ങൾ കൊടുക്കുന്നുമുണ്ട്. അല്ല, അവിടെയാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ നമുക്ക് സംശയം ഉണ്ടാവുന്നത്. സമൂഹത്തിന് സംശയം ഉണ്ടാവും. പൊതുസമൂഹത്തിനുള്ളിൽ നിന്ന് അത്തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. കാരണം കേന്ദ്ര സർക്കാർ തന്നെ അത്തരത്തിലൊരു തീരുമാനമെടുത്തപ്പോൾ സ്വാഭാവികമായിട്ടും എന്തുകൊണ്ട് മമ്മൂട്ടിക്ക് കിട്ടിയില്ല എന്ന ചോദ്യം ഉണ്ടാവും. അത് സ്വാഭാവികമല്ലേ? സ്വാഭാവികമായിട്ടുണ്ട്. അതിനു മുമ്പ് തന്നെ പലവട്ടം അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് വരുന്ന ചടങ്ങുകളുടെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ ആരും മറന്നിട്ടില്ല. അന്ന് കൈകൊടുക്കാൻ മടിക്കുന്നതാണോ, കൈകൂപ്പാൻ മടിക്കുന്നതാണോ എന്നുള്ള തരത്തിലുള്ള ചില വിവാദങ്ങളും ഒക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുണ്ട്. മമ്മൂട്ടി നിൽക്കുന്നുണ്ട്, മോഹൻലാൽ നിൽക്കുന്നുണ്ട്. ആ ഒരു പരിസരം താങ്കളും അത് ഓർക്കുന്നുണ്ട്. അപ്പോൾ അവിടെ മുതൽ തുടങ്ങുന്ന ചില കോൺട്രവേഴ്സികൾ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അന്ന് പലതിനെക്കുറിച്ചും പറഞ്ഞത് ജാതീയമായ വേർതിരിവുകളെക്കുറിച്ച് പോലും സംസാരിക്കുന്ന തരത്തിലേക്ക് അന്ന് എത്തിയിരുന്നു.
മതപരമായിട്ടുള്ള അത് ഒരു ഞാനിപ്പോൾ രീതിയൊക്കെ- ഓർക്കുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ കൈയും കെട്ടി അങ്ങ് അതെ അതെ നിന്നത്. അതെ അതെ. അപ്പൊ ആ ഒരു സമീപനം സ്വീകരിച്ചതിന്റെ പിന്നിൽ ഈ ഫാൽക്കെ അവാർഡ് അടക്കമുള്ളവ മോഹൻലാലിന് നൽകി മോഹൻലാലിനെ ഒരു ഹിന്ദു കഥാപാത്രമാക്കി മാറ്റി, അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ഒരു ബിംബമാക്കി മാറ്റുവാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിരുന്നില്ലേ അതെന്ന് ഇപ്പോൾ ചിലപ്പോൾ തോന്നിയേക്കാം. അങ്ങനെ തോന്നുകൊണ്ടാണ് പലപ്പോഴും പല മേഖലകളിൽ നിന്ന്, പൊതുസമൂഹത്തിന്റെ പല ഇടങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള സംശയങ്ങളും ചോദ്യങ്ങളും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, മോഹൻലാലിന് മാത്രമായിട്ട് അവാർഡ്, മോഹൻലാലിനെ പോലെ തന്നെ വളരെ ഗംഭീരമായിട്ട് പലപ്പോഴും മമ്മൂട്ടി എന്ന് പറയപ്പെടുന്ന നടൻ അഭിനയിച്ചിട്ടുണ്ട്, പലതരത്തിലുള്ള അവാർഡുകൾ സ്വീകരിച്ചിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ഇവിടെ മോഹൻലാലിന് എന്ന് പറയപ്പെടുന്ന നടന് ഈ അവാർഡ് ലഭിച്ചതിൽ ഒരു തരത്തിലുള്ള എതിർപ്പും വെച്ചിട്ടല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷെ അങ്ങനെ പൊതുസമൂഹത്തിനുള്ളിൽ ധാരണ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്ത ഉണ്ടാകുന്നു, എന്തുകൊണ്ട് മമ്മൂട്ടിക്ക് ലഭിച്ചില്ല. ഇനി പലർക്കും അങ്ങനെ ലഭിക്കാത്ത പലരുമുണ്ട്, പല അർഹരായപ്പെട്ടവർ പലരും തഴയപ്പെട്ടിട്ടുമുണ്ട്. അതിനെക്കുറിച്ച് താങ്കൾ എങ്ങനെയാണ് അത് നോക്കിക്കാണുന്നത്, അത്തരത്തിലുള്ള സംഭവങ്ങൾ? ഒന്ന്, ഈ മോഹൻലാലല്ല മമ്മൂട്ടി ഗുരുവായൂർ വെച്ച് കാണിച്ചത് ഒരു ചെറിയ ധിക്കാരം തന്നെയാണ്. അത് ഒരിക്കൽ കൂടെ നമുക്ക് പറയേണ്ടി വരും. കാരണം അവിടെ വന്ന് നിൽക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിയല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തെ കൈകൂപ്പാം, അതിനൊന്നും ഒരു മടിയും നമ്മൾ കാണിക്കേണ്ട കാര്യമില്ല. നമ്മള് ചിലർ പ്രധാനമന്ത്രിയാണ്, അത് BJPയുടെ പ്രധാനമന്ത്രി എന്നല്ല, രാജ്യത്തെ 140 കോടി ജനങ്ങളുടെ പ്രധാനമന്ത്രിയാണ്. അത് നമ്മൾ നോക്കണം. പിന്നെ ഇവിടെ പിന്നെ മമ്മൂട്ടിക്കൊരു ഇത്തിരി ഒരു പിന്നെ അക്കാഡമിക് രംഗത്ത് ഇച്ചിരി മികച്ച ആളല്ലേ, അക്കാഡമിക്കലി അതെ, ഹൈലി ക്വാളിഫൈഡ് ആണ്. അതെ, LLB ഒക്കെ കഴിഞ്ഞ്. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു തലക്കനമുണ്ട്. മോഹൻലാൽ എന്ന് പറഞ്ഞാൽ ഇത്തിരി നാണം കുണിങ്ങ കേട്ടോ, എനിക്കറിയാവുന്നതാണ്. ഈ കോളേജ് പഠിക്കുന്ന കാലത്ത് അത്രയും നാണം കുണുങ്ങലൊന്നും ഇല്ലായിരുന്നു. അന്ന് ഈ ഇവിടെ വരെ മുടിയൊക്കെ നീട്ടി വളർത്തി, ഇവിടെ വരെ ഷർട്ടും ഒക്കെ ഓപ്പൺ ചെയ്ത്, ഈ കോളേജിൽ എൻ്റെ സീനിയർ ആയിരുന്നു. പിന്നെ ഈ രൂപമേ അല്ല കേട്ടോ മുഖത്തിൻ്റെ, അതൊക്കെ പിന്നെ മാറ്റാൻ ഒരുപാട് വഴിയുണ്ട്. നമ്മുടെ മുഖത്തിന്റെ രൂപം വേണമെങ്കിൽ മാറ്റാം. അതിന് വിദഗ്ധരായ ഡോക്ടർമാരൊക്കെ ഉണ്ട്, തിരുവനന്തപുരത്തും ലോകമെമ്പാടും ഉണ്ട്. അപ്പം നമുക്കിപ്പോൾ ഇതിനകത്ത് സംശയിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ കിട്ടി, പിന്നെ അത് കഴിഞ്ഞ് മോഹൻലാലിലേക്കാണ് വന്നത്. അപ്പം ഒരു ഹിന്ദു വൽക്കരണം എന്നുള്ള രീതിയിൽ അങ്ങനെയാണോ എന്ന് ചോദിച്ചു ഞാൻ അതിനകത്ത് ഒരു സംശയം നിൽക്കുന്നുണ്ട്. യേശുദാസിനെ വിട്ടുപോയോ? അത് എൻ്റെ ഇനി ചോദ്യം, എൻ്റെ അറിവ് വെച്ച് ഞാൻ ചോദിക്കുകയാണ്. സംഗീത രംഗത്ത് മാത്രമായിട്ട് ഒതുങ്ങുന്നതാണ്. അല്ല, ഇപ്പൊ മോഹൻലാലിന് കിട്ടിയത്, മോഹൻലാലിന് ഒറ്റ കാര്യമേ അറിയത്തുള്ളൂ, അത് മോഹൻലാൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അഭിനയം മാത്രമേ അറിയൂ. അതല്ല, പുള്ളിക്ക് അദ്ദേഹത്തിന് ഇപ്പം ഞാൻ പറയട്ടെ, പല മേഖലകളിൽ അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിച്ചിട്ടുള്ള ആളാണ്. നാടകത്തിലാണെങ്കിലും ശരി, സിനിമയിലാണെങ്കിലും ശരി. നാടകത്തിൽ അഭിനയിച്ചത് സിനിമയിൽ വന്നതിന് ശേഷമാണ്. കാവാലത്തിന്റെ അതെ അതെ, കർണഭാരം അടക്കമുള്ള നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. സംസ്കൃതമൊക്കെ വളരെ കൃത്യമായിട്ട് ഇത്രയും പെട്ടെന്ന് പഠിച്ചു പറയുക അദ്ദേഹത്തിന്റെ കഴിവ് തന്നെയാണ്, അതിനെ നമ്മൾ അംഗീകരിക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ സിനിമാ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ സിനിമയുടെ പല മേഖലകൾ, സമസ്ത മേഖലകളിലേക്കും ഇറങ്ങി ചെല്ലുവാൻ മോഹൻലാൽ കഴിഞ്ഞു. മാത്രമല്ല മോഹൻലാൽ ഒരു സംവിധായകൻ കൂടിയാണ്. ബറോസ് എന്ന് പറയപ്പെടുന്ന സിനിമ സംവിധാനം ചെയ്ത ഒരു സംവിധായകൻ കൂടിയായ ആളാണ് മോഹൻലാൽ എന്ന് പറയുന്നത്. അപ്പോൾ സിനിമയുടെ സമസ്ത മേഖലകളിലേക്കും എത്തുവാൻ മോഹൻലാലിന് കഴിഞ്ഞു. അതുകൊണ്ടാണ് മോഹൻലാലിന് അവാർഡ് കൊടുക്കുന്നത് എന്നുള്ളതാണ് കണ്ടെത്തലെന്നിരിക്കെ. ഇപ്പോൾ താങ്കൾ പറഞ്ഞ യേശുദാസ് എന്ന് പറയപ്പെടുന്ന നടന് നൽകേണ്ടത്, ക്ഷമിക്കണം, യേശുദാസ് എന്ന് പറയപ്പെടുന്ന നമ്മുടെ ഗാനഗന്ധർവന് ഇത് ലഭിക്കേണ്ടതാണ്. പക്ഷെ അത് സംഗീതത്തിൽ മാത്രമായത് കൊണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ ഒതുങ്ങിപ്പോയത് കൊണ്ടാണോ എന്നതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നു. അദ്ദേഹം ഇപ്പം മോഹൻലാൽ അഭിനയ രംഗത്താണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. മോഹൻലാലിന്റെ അഭിനയത്തെ ഒന്നും നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല, അത് അത്യുന്നതങ്ങളിൽ തന്നെയാണ്. ഓരോ പടവും ഓരോ തലത്തിലേക്ക് മാറുകയാണ്. മമ്മൂട്ടിയിലും നമ്മൾ കാണുന്നത് അത് തന്നെയാണ്. മലയാളത്തിലെ മികച്ച നടന്മാർ ഇതുപോലെ വേറെയും നിൽക്കുന്നുണ്ട്. അപ്പം യേശുദാസിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരുപക്ഷെ സംഗീതത്തിൽ മാത്രം നിൽക്കുന്നത് കൊണ്ടായിരിക്കാം യേശുദാസിന് എന്തോ നമ്മുടെ രാജ്യം വേണ്ട തരത്തിൽ ആദരിക്കുന്നില്ലയോ എന്ന് ഒക്കെ ഒരു സംശയമുണ്ട്. പണ്ടേ യേശുദാസിന് അങ്ങനെ തന്നെ തോന്നിയിട്ടുള്ളതാണ്. താൻ മലയാളത്തിൽ മാത്രം ഒതുങ്ങുന്ന ആളല്ല, രാജ്യമെമ്പാടും. രാജ്യം ആദരിക്കുകയാണെന്നുണ്ടെങ്കിൽ യേശുദാസ് തിരിച്ച് അമേരിക്കയിൽ നിന്ന് ഇവിടെ വരും, അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് വരാൻ പോകുന്നില്ല. എത്ര കാലമായി അമേരിക്കയിലായിരിക്കും. നമ്മൾ ഈ സാംസ്കാരികമായി ഉയർന്ന ചിന്തയുള്ളവരാണ് കേരളത്തിലുള്ള ആൾക്കാർ എന്ന് നമ്മൾ പലപ്പോഴും അഹങ്കരിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിൽ അങ്ങനെ അഭിമാനിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് സാംസ്കാരികപരമായി വളരെ ഉന്നതിയിൽ നിൽക്കുന്നവരാണ്. അപ്പോഴാണ് ഇവിടെ ഇപ്പോൾ താങ്കൾ ഈ യേശുദാസിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹത്തിനെ വേദനിപ്പിക്കുന്ന ഒരുപാട് ഒട്ടനവധി സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. ഗുരുവായൂർ പോലുള്ളൊരു അമ്പലത്തിലേക്ക് കടന്നു കയറാൻ കഴിയാതായി പോകുന്ന തരത്തിലേക്ക് യേശുദാസിന്റെ എന്തു മാനത്തിനെയാണ് നമ്മൾ നോക്കിക്കാണുന്നത്. യേശുദാസ് പാടിയിട്ടുണ്ടല്ലോ, ഗുരുവായൂർ അമ്പലത്തിൽ ഒരു ദിവസം ഞാൻ വരും, അന്ന് ഞാൻ ഓടക്കുഴൽ
ഞാനത് പിടിച്ചു വാങ്ങിക്കും എന്നുള്ള രീതിയിലാണ് അതിൻ്റെ അർത്ഥം വയലാർ എഴുതിയത് അല്ലേ. യേശുദാസിന് എന്താ ശബരിമലയിൽ പോകുന്നുണ്ട്? അല്ല, ഇവിടെ താങ്കൾ പറഞ്ഞ പോലെ ഇന്ത്യ അല്ലെങ്കിൽ നമ്മുടെ രാജ്യം അദ്ദേഹത്തിനെ ഈ പരമോന്നതമായ രീതിയിൽ അദ്ദേഹത്തിനെ ആദരിച്ചാൽ അദ്ദേഹം അമേരിക്കയിൽ നിന്ന് മടങ്ങി ഇന്ത്യയിലേക്ക് വരും അല്ലെങ്കിൽ കേരളത്തിൽ വരുമെന്ന് താങ്കൾ പറയുമ്പോഴും കേരളം അദ്ദേഹത്തിനെ അങ്ങനെ ആദരിച്ചിട്ടുണ്ടോ? ഇല്ല. യേശുദാസിന് കൊടുക്കണ്ടല്ലേ ഇതുപോലൊരു അംഗീകാരം? എന്ത് വേണമെന്നുണ്ടെങ്കിൽ ഈ സർക്കാരിന് വേണമെങ്കിൽ, ഇപ്പം ഈ സർക്കാർ എല്ലാ ദൈവങ്ങളെയും ഏറ്റുപിടിക്കുന്നുണ്ടല്ലോ. അതെ അതെ അതെ. അയ്യപ്പനെയും പിന്നെ മാതാമൃതാനന്ദമയ്യെയും ഇപ്പം മിക്കവാറും ആറ്റുകാൽ പൊങ്കാല ഇവരെ ഏറ്റെടുക്കും. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് ആറ്റുകാൽ പൊങ്കാല, ഫെബ്രുവരി മാർച്ചിലാണ്. ഈ തലസ്ഥാനത്ത് 25 ലക്ഷം വനിതകള് ഭക്തര് സ്ത്രീകൾ എത്തുന്നതാണ്. അപ്പോൾ അത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അല്ല, അത് നമ്മൾ ഇതിന്റെ ഏറ്റവും വലിയ ഇവര് ഇങ്ങനെ വളരെ വിരുദ്ധമായ രീതിയിൽ പ്രവർത്തിക്കുമെന്നുള്ളതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് അയ്യപ്പ സംഗമം. കാരണം നാമജപ ഘോഷയാത്ര നമ്മൾ മറന്നിട്ടില്ല, അന്ന് നേരിട്ട പീഡനങ്ങൾ നമ്മൾ മറന്നിട്ടില്ല. അതിന് NSSന്റെ ആണെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നവരുടെ ആണെങ്കിലും ഒക്കെ അതിൽ പങ്കെടുത്തവരുടെ അടക്കം കേസുകളടക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അന്ന് കൊടിയ പീഡനങ്ങൾ നടത്തിയ പോലീസ് ഭരിച്ചവരാണ്, പോലീസിനെ കൊണ്ട് പീഡനം നടത്തിയവരാണ് ഈ പറയുന്ന ഇന്ന് ഭരിക്കുന്നവർ. അവരാണ് അയ്യപ്പന്റെ പേരും പറഞ്ഞ് പമ്പാ നദിക്കരയിൽ ചെന്നിട്ട് അയ്യപ്പ സംഗമം നടത്താൻ തീരുമാനിക്കുന്നത് എന്ന് പറയപ്പെടുമ്പോൾ അതിനകത്തുള്ള ഇവരുടെ ഈ ഇരട്ട ചങ്ക് എന്ന് പറയപ്പെടുന്നത് പോലെ തന്നെ ഇരട്ട സ്വഭാവമാണ് നമുക്ക് അതിനകത്ത് കാണാൻ കഴിയുന്നത്, അല്ലേ? അപ്പൊ വളരെ പെട്ടെന്ന് മാറും. ആ സജി ചെറിയാൻ ചെന്നിട്ട് ആ മാതാമൃതാനന്ദമയി എല്ലാവരെയും കെട്ടിപ്പിടിച്ച് ചുംബനം നൽകുന്നതാണ്. പക്ഷെ അവരെ ചുംബിക്കാൻ നിൽക്കുന്ന സജി ചെറിയാനാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇങ്ങനെ വിരുദ്ധമായ രീതിയിൽ ദൈവങ്ങളോട് അടുപ്പം കൂടുന്ന തരത്തിലേക്ക് ഇടത് സഹയാത്രികരും ഇടത് കമ്മ്യൂണിസ്റ്റ് സഖാക്കളും ഒക്കെ എത്തുന്നു എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത്, ഭരണത്തിന്റെ സുഖം വളരെ കൃത്യമായി ലഭിച്ചിരിക്കുന്നു. ഇതിൽ നിന്ന് ഇനി അതിൽ നിന്ന് ആ പടിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ അവർക്ക് കഴിയില്ല. കാരണം പരമാനന്ദമല്ലേ. ഇത്രയും ശീതീകരിച്ച മുറികളിലും കാറുകളിലും ഒക്കെ ഇങ്ങനെ അലങ്കരിച്ച വാഹനങ്ങളിലും അവർക്ക് ലഭിക്കുന്ന സാധ്യതകളും സാഹചര്യങ്ങളും ഒക്കെ നോക്കൂ. അതൊക്കെ വിട്ടുകളയാൻ അവർ തയ്യാറല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് 10 വർഷത്തെ ഭരണം തീരുമ്പോൾ അവർ വീണ്ടും അധികാരത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ദൈവങ്ങളെയും ദൈവങ്ങളോടൊപ്പം നിൽക്കുന്ന മനുഷ്യ ദൈവങ്ങളെയും കൂട്ടുപിടിക്കുന്നത് എന്ന് പറയേണ്ടി വരില്ലേ? അങ്ങനെയല്ലേ നമ്മളതിനെ ചിന്തിക്കുന്നത്? ഇനി ഇതിനകത്ത് ഇതിപ്പോ അവരെല്ലാവരെയും കൂട്ടുപിടിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. അപ്പം ഇവർക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ മോഹൻലാലിന് ഇത്രയും വലിയൊരു ആദരവ് കൊടുക്കണം, പക്ഷേ ഈ ആദരവിന് അവർ വേറൊരു വോട്ട് ബാങ്ക് കൂടി കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ലാൽ സലാം എന്ന പ്രോഗ്രാമിന് പേര് കൊടുത്തിരിക്കുന്നത്. യേശുദാസിനെ ഇവർക്ക് വിളിച്ച് ആദരിക്കാം. ഒരു അവാർഡോ അംഗീകാരമോ ഒന്നും ഇനിയും വേണമെന്നില്ല. യേശുദാസ് അതിനെല്ലാം അപ്പുറത്ത് സർവജ്ഞ വികടം കയറി നിൽക്കുന്ന ആളാണ്. അദ്ദേഹം ഇപ്പൊ കച്ചേരിയൊന്നും നടത്തുന്നില്ലല്ലോ, പ്രായവുമായല്ലോ, അദ്ദേഹത്തെ ഒന്ന് ആദരിക്കാം. അല്ല, എനിക്ക് അവിടെ ഒരു തമാശയാണ് തോന്നുന്നത്. താങ്കളെ പറഞ്ഞ പോലെ ലാലിനെ വെച്ചിട്ട് ലാൽ സലാം ചെയ്യുന്നു. കാരണം അതിനകത്ത് ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. യേശുദാസിനെ വെച്ചിട്ട് അതുപോലെ യേശു സലാം എന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് പോവുകയാണെങ്കിൽ മറ്റൊരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം യേശുദാസിനെ വെച്ച് വേണമെങ്കിൽ ഇവർക്ക് ന്യൂനപക്ഷ വോട്ട് സമാഹരിക്കാൻ വേണമെങ്കിൽ ശ്രമം നടത്താം. അതാണ് ഞാൻ പറഞ്ഞത്. ക്രൈസ്തവ വോട്ടുകൾ പിന്നെ മമ്മൂട്ടിയെ വെച്ചുകൊണ്ട് വേണമെങ്കിലും ആകാം, മുസ്ലിം പ്രീണനവും ആകാം. മമ്മൂട്ടി അല്ല, അതൊക്കെ സ്വാഭാവികമായിട്ടും ഇവിടെ സംഭവിക്കാം, നമ്മുടെ കേരളത്തിൽ സംഭവിക്കും. കാരണം ഇപ്പോൾ ഈ രാഷ്ട്രീയം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രീയത്തിൽ സംഭവിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. മമ്മൂട്ടി പ്രത്യേകിച്ചൊരു ഇടത് സ്വഭാവത്തോടു കൂടി നിൽക്കുകയാണ്. അതെ, അദ്ദേഹത്തിന് കുഴപ്പമില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് ബാക്കിയുള്ളവരെ, ഈ തഴയപ്പെട്ടവരെന്ന് പറയപ്പെടുന്നവർ, അത് താങ്കൾ ആദ്യം സൂചിപ്പിച്ച പോലെ യേശുദാസിനെ പോലുള്ളവരെ ദാദാ ഫാൽക്കെ അവാർഡ് നൽകി ആദരിക്കേണ്ടത് തന്നെയാണ്, ഇല്ല എന്ന് പറയുന്നില്ല. അതിന്റെ പക്ഷേ ഞാൻ അതാണ് പറഞ്ഞത്, അതിനകത്ത് ചില നോംസ് ഉണ്ടാവും, അതുകൊണ്ടായിരിക്കണം അത് മാറ്റിവെച്ചത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി അതല്ല, ഇവിടെ ദാദാ ഫാൽക്കെ അവാർഡ് കിട്ടിയതുകൊണ്ട് മാത്രം മോഹൻലാലിനെ ആദരിക്കുന്നതിന് വേണ്ടി ലാൽ സലാം നടത്തുന്ന സർക്കാർ യേശുദാസിനെ പോലൊരു ലോകമറിയുന്ന പാട്ടുകാരനെ, അല്ലെങ്കിൽ ലോകത്തെ കീഴടക്കിയ ഒരു പാട്ടുകാരനെ ആദരിക്കാൻ കാണിക്കാത്ത ഈ ഒരു രീതി ഉണ്ടല്ലോ, അതിനെയാണ് ഇരട്ടത്താപ്പെന്ന് പറയേണ്ടി വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആദരിക്കേണ്ടവരെ ആദരിക്കാതിരിക്കുകയും എന്നാൽ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം നോക്കി ആദരിക്കുകയും ചെയ്യുന്നത് ശരിയാണ്. യേശുദാസിന് ഒരു ആദരവ് വെച്ചാൽ മതി. സംസ്ഥാന സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ ചടങ്ങോടുകൂടി യേശുദാസ് വരും. ഇല്ലെങ്കിൽ യേശുദാസ് ഇങ്ങോട്ട് വരില്ല. നോക്കിക്കൂ, കോവിഡ് കാലം മുതലേ അകന്ന് നിൽക്കുകയാണ്, ട്രംപിൻ്റെ നാട്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ വരാനുള്ള ഒരു വഴി കൂടി ആണ് യേശുദാസിന് വേണ്ടി. ഈ മലയാളം എന്ന് പറഞ്ഞാൽ, അല്ലെ കേരളം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന് യേശുദാസാണ്. യേശുദാസിൻ്റെ പാട്ട് ശബ്ദം കേട്ടാണ് എന്നും മലയാളികൾ ഉണരുന്നതും ഉറങ്ങുന്നതും ഒക്കെ. അയ്യപ്പൻ ഉറങ്ങുന്നത്, കാനനവാസൻ ഉറങ്ങുന്നത് പിന്നെ യേശുദാസിൻ്റെ ആലാപനത്തിലൂടെയാണെന്നുള്ളതാണ്. അപ്പം ഇതിനകത്ത് ഫാൽക്കെ അവാർഡോ ഒന്നും വേണമെന്നില്ല. ആദരവിന് പല വഴികളുണ്ട്.
തീർച്ചയായിട്ടും സർക്കാരിന് അങ്ങനെ വോട്ട് ബാങ്ക് ഉണ്ടെങ്കിലും ഇത്തരത്തിലും യേശുദാസിനെയോ മമ്മൂട്ടിയോ ഒക്കെ ആദരിക്കട്ടെ. തീർച്ചയായിട്ടും അത്തരത്തിൽ ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം നോക്കാതെ ആദരിക്കപ്പെടേണ്ടവരെ വളരെ കൃത്യമായി ആദരിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുവാൻ നമ്മുടെ സർക്കാരിന് കഴിയട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.